നമസ്കാരം. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി UDF സർക്കാർ അതീവ ജാഗ്രതയോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടെ മെഡിക്കൽ പ്രോട്ടോക്കോളുകളൊക്കെ ലംഘിച്ച് കോഴിക്കോട് കൺട്രോൾ റൂമിൽ കയറി രാഷ്ട്രീയം കളിക്കാൻ നോക്കിയിരിക്കുകയാണ് മരുമോൻ. പുള്ളി വളരെ അസ്വസ്ഥനാണ് കേട്ടോ, വളരെ അസ്വസ്ഥനാണ്. മുഹമ്മദ് റിയാസിന്റെ വില കുറഞ്ഞ ഒരു നാടകമാണ് കേരളം ഇന്നലെ കണ്ടത്. MLA ഓഫീസിൽ നിന്ന് വിളിക്കുന്നതും ഈ സംവിധാനത്തിന്റെ ഭാഗമായി നിന്ന് വിളി കേൾക്കുന്നവർ രണ്ടല്ലേ. അങ്ങേർക്ക് കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരെ ഫോൺ വിളിച്ച് ആശ്വസിപ്പിച്ചേ പറ്റൂ. മുട്ടി നിൽക്കുക, അതങ്ങേരുടെ അവകാശമാണെന്നാ പറയുന്നത്. എവിടുന്ന് വന്ന് കൊണ്ടോ എന്തോ. കൺട്രോൾ റൂമിൽ കയറിയേ പറ്റൂ. സമ്പർക്ക പട്ടികയിലുള്ളവരെ വിളിക്കാൻ അനുമതി നൽകാനാവില്ലെന്നും ജനപ്രതിനിധികൾ ഇത്തരം സുരക്ഷാ കേന്ദ്രങ്ങളിൽ നേരിട്ടിടപെടേണ്ടതില്ലെന്നും ആരോഗ്യ വകുപ്പ് അങ്ങൊരു കർശന നിലപാടെടുത്തു. അതോടെ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ സ്റ്റണ്ട് പൊളിഞ്ഞ്. കുറച്ചെങ്കിലും നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ എഴീച്ചു പോറിയാസണ്ണ. രഹസ്യമായിട്ട് വെക്കണ്ടല്ലോ. ഇപ്പൊ എത്ര പേരെ വിളിച്ചു, അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? ഒരു MLA നിങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേന്ന്. മന്ത്രിയായിരുന്നപ്പോ നേരിട്ട് ജനങ്ങളോട് കാണിക്കാതിരുന്ന ഉത്തരവാദിത്വവും കടമയും കടപ്പാടും ഒക്കെ മന്ത്രിസ്ഥാനം പോയപ്പോ പുള്ളിക്ക് എവിടുന്നോ വന്ന്. നാട്ടുകാരുടെ ആരോഗ്യം നോക്കാൻ ആരോഗ്യ വകുപ്പുണ്ട്, അതിന് മന്ത്രിയുണ്ട്, ജീവനക്കാരുണ്ട്, ഡോക്ടർമാരുണ്ട്. തൽക്കാലം അണ്ണൻ പോയി അണ്ണന്റെ ഭാര്യയുടെ ആരോഗ്യം നോക്ക്. സമൻസ് കൊടുത്തപ്പോ തൊട്ട് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഹാജരാകാത്തതെന്നാണല്ലോ ഞങ്ങളൊക്കെ കേട്ടത്. അത് സത്യമാണോ, ഉള്ളതാണോ? അങ്ങനെയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ആദ്യം പരിഹരിക്കുക. യാത്ര ചെയ്യാൻ പോലും ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ ഭാര്യ വീട്ടിൽ ഇരിക്കുമ്പോൾ മുൻ റീൽസ് മന്ത്രി ആരോഗ്യ റീൽസുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് നാട്ടുകാരെ കൊണ്ട് എന്തിനാ വെറുതെ പറയിപ്പിക്കുന്നത്?